എൻ്റെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ മേടിച്ച ഗാലക്സി എക്സ് കവർ 5 സാംസങ് ഗാലക്സിയുടെ 2021 ഇറങ്ങിയ ഒരു ഫോണാണിത്. എനിക്ക് വളരെ കൗതുകമായി, ഞാൻ ഈ ഇടയ്ക്കാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതും ഇതിനെക്കുറിച്ച് വീഡിയോ 2-3 കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഞാൻ ഓർഡർ ചെയ്തു. ലുക്ക് വൈസ് ഫസ്റ്റിലി എനിക്ക് ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് തോന്നി. എനിക്ക് കൗതുകകരമായി തോന്നിയുകൊണ്ട് മാത്രമാണ്. ഇതിന്റെ ഞാൻ തുറന്നു നോക്കിയപ്പം യൂഷ്വൽ ആയിട്ടുള്ള സാംസങ് വരുന്ന പോലെ തന്നെ മാനുവൽ ബുക്കും പിന്നെ ഫസ്റ്റ് ഇന്റർഫേസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ലുക്ക് വൈസ് ആണ്. കയ്യിൽ ശരിക്കും നല്ലപോലെ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു പഴയ ഒരു ഫോണിന്റെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇതിന്റെ കൗതുകം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നി ഇതിന്റെ ബാറ്ററിയാണ്. അതായത് റീപ്ലേസ്മെന്റ് ബാറ്ററിയാണ്. ഈ ബാറ്ററി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ചാർജറും വരുന്നുണ്ട്. സാംസങ്ങിന്റെ തന്നെ ഒറിജിനൽ ബാറ്ററിയും ചാർജറും കേബിളും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ എനിക്ക് ഇത് വളരെ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് റീപ്ലേസ്മെന്റ് ബാറ്ററിയാണ് ഇപ്പോൾ വരുന്ന എല്ലാം ഇൻബിൽറ്റ് ബാറ്ററി ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഊരാനോ അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാനോ ബാറ്ററിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മാറ്റാനോ പറ്റില്ല. പക്ഷെ ഈ ഒരു മോഡൽ പറ്റും. വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു സെറ്റപ്പും നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മൾ അതിന്റെ സെറ്റപ്പിലേക്ക് കടന്ന് ഞാൻ അത് ഓൺ ചെയ്തപ്പം സാധാ ഫോണുകൾ തുറക്കുന്ന പോലെ തന്നെ, സാധാ സാംസങ്ങിന്റെ ഗാലക്സി തുറക്കുന്ന പോലെ തന്നെ സെറ്റിംഗ്സ് വന്നു. പിന്നെ സെറ്റ് ചെയ്തു. ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ വൈഫൈ എല്ലാം സെറ്റപ്പ് ചെയ്തു. ഒരു ക്വിക്ക് സെറ്റപ്പ് ഞാൻ നടത്തി. ആ സെറ്റപ്പ് നടത്തിയപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ആണെന്ന് എനിക്ക് തോന്നി. ആസ് കമ്പയർ ടു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണുമായിട്ട് ആസ് കമ്പയർ ടു കുറച്ച് സ്ലോ ആണെന്ന് തോന്നി. ബട്ട് പൈസയുടെ വില വെച്ചിട്ട് ഇത് ഞാൻ മേടിച്ച് 264 യൂറോയ്ക്കാണ്. ആ പൈസക്കുള്ള ഒരു മുതൽ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ബാക്കിലുള്ള ഒരു ലൈറ്റ് ആണ്. അതായത് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് തെളിയും. അതുപോലെ തന്നെ ഒന്നോടെ ഞെക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ വേറൊരു പ്രത്യേകത, അത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആക്കാം.